എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല നിനക്ക്? എനിക്ക് സന്തോഷായി. എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ഞാനാ മാനസി. ചാർലിയുടെ എല്ലാ കത്തിലും ഉണ്ടാവും മാനസി. ചാർലിക്ക് ഉമ്മയുടെ കാര്യം പറയുമ്പോ എപ്പോഴും 4 നാവാ, പെണ്ണുങ്ങളെ പോലെ. ഒരു സന്തോഷ വർത്താനം പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എനിക്കും പറയാനുണ്ട് ഒരു സന്തോഷ വർത്തമാനം. അതെനിക്കറിയാം. മൊയ്തീൻ പറഞ്ഞായിരുന്നു 10-ാം തീയതിക്ക് ശേഷം ഓപ്പറേഷൻ അല്ലേ? അത് കഴിഞ്ഞ ഉമ്മയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം കാണാം. സുഭദ്രാമ്മയുടെ പ്രോഗ്രാം ഞാനും മനസ്സും കൂടെ അവതരിപ്പിക്കുന്നു. ഭാഗ്യം ഉണ്ടാവട്ടെ അതിന്. അയ്യോ മറന്നു, നിങ്ങൾ വന്ന സന്തോഷത്തിൽ അത് ഞാൻ മറന്നു. ഇത്തിരി ചായ എടുക്കാം. വേണ്ട ഉമ്മേ, വേഗം പോണം. അത് പറ്റില്ല, വരുമ്പോഴേക്കങ്ങ് പോവാ. എനിക്ക് വേണം ഉമ്മയുടെ കൈ കൊണ്ടൊരു ചായ. ഒരു സന്തോഷ വർത്താനം ഞാനും പറയാം. ആ വരൂ, ഞാൻ സഹായിക്കാം ഉമ്മേ. ഇവിടെ ഓരോന്ന് എവിടെയാ ഇരിക്കുന്നെന്ന് മാനസികൾ നന്നായിട്ട് അറിയുന്നത് എനിക്കാ. കുട്ടിക്കാലം മുതൽ അറിയാൻ ചാർലിയെ അല്ലേ? ഓർമ്മ വെച്ച മുതല്. ഒരു ദിവസം രാവിലെ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാ ഉണർന്നത്. മുമ്പാട്ടോ, വളരെ മുമ്പ്. അമ്മയോട് ചോദിച്ചു ആരാന്ന്. വിശന്ന് കരയുന്ന ഒരു കുട്ടിയാണെന്ന് അമ്മ പറഞ്ഞു. ചാർലിന്നാ പേരെന്നും. ചാർലി എപ്പോഴും പറഞ്ഞു ചിരിക്കും അവന് ചാർലിന്ന് പേരിട്ടത് ആരാന്നാവോന്ന്. അന്ന് മുതല് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു, കളിച്ചു, പിണങ്ങി, വഴക്ക് കൂടി, വീണ്ടും ചങ്ങാതികളായി. അങ്ങനെ അങ്ങനെ അങ്ങനെ. ചാർലിയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ? പക്ഷേ ഇല്ല. പക്ഷേ അവന്റെ ഓരോ ഭാവമാറ്റവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ആഗ്രഹം ആ മുഖമൊന്ന് കാണാനാ. അതിനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണേ. ഉമ്മയോട് അസൂയ തോന്നുന്നു. വളരെ നേരത്തെ ചാർലി അറിയാൻ കഴിഞ്ഞല്ലോ. എന്നാലും വൈകിയാണെങ്കിലും എനിക്കും ഉണ്ടായ ഒരു ഭാഗ്യം. ഈശ്വരനാ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അല്ലെങ്കിൽ ചാർലി പറയും പോലെ ഉമ്മയുടെ അമ്മ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം എല്ലാവരോടും പറയാൻ. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ചേച്ചിയെ? നല്ല ചേച്ചിയാ. ഇനി ആ ചേച്ചി ഇവിടെ വരും നമ്മുടെ കൂടെ താമസിക്കാൻ. ചാർലി ആ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ? അതെ, ഇക്കാര്യം ഞാനിപ്പോ ഉമ്മയോട് പറയായിരുന്നു. ഇനി ഈ ചേച്ചി ഇവിടെ ഉണ്ടാവില്ലേ? നന്നായി. അപ്പൊ ഞങ്ങൾ ഒരുപാട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവല്ലോ. അതിനല്ലേ ഈ ചേച്ചി. ഉമ്മച്ചിക്കാണെങ്കിൽ കണ്ണും കാണൂല. ഡോക്ടറെ കാണാൻ ചെന്നില്ല നീ അല്ലേ? എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തതല്ലേ ഞാൻ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നില്ലേ നിനക്ക് കാഴ്ച കിട്ടണമെന്നുള്ളത്. ഇപ്പൊ വേണ്ട ഓപ്പറേഷൻ. എന്ത് വിട്ടിത്താ മോളെ പറയണേ? ഇതിനു വേണ്ടിയല്ലേ നിങ്ങളൊക്കെ ഇത്രയും കാലം കാത്തത്? അങ്ങനെയുള്ളൊരു മോഹം ഉണ്ടാവാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. എനിക്കറിയാം നിന്റെ ഈ മാറ്റത്തിന് കാരണം. ചാർലിയും മാനസിയുടെ വന്നിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞില്ല മോളെ. തെറ്റുപറ്റിയത് എനിക്കാ. വളർത്താനാ കൊണ്ടുപോണെന്ന് സാറ് പറഞ്ഞു. അവൻ വളർന്നു പോയി, ഒരുപാട് വളർന്നു. ചാർലിയോടുള്ള നിന്റെ ഇഷ്ടം ബാക്കി എല്ലാരോടും പറഞ്ഞില്ല, അവനോട് ഒഴികെ. ഒരു വാക്ക് അവനോട് പറഞ്ഞിരുന്നെങ്കിലേ, ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിലേ. ഇല്ല, എന്നും അവനെ എന്നോട് എന്തും പറയാറുള്ളൂ, ആവശ്യപ്പെടാറുള്ളൂ. ഞാനായിട്ട് ഒന്നും ഇതുവരെ അവനോട് ചോദിച്ചിട്ടില്ല. ഇനി അതുണ്ടാവില്ല, ജീവിതമാണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ തന്നെ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കണോ? ഇനി എനിക്ക് ആരെ കാണാനായി കണ്ണുകൾ? കണ്ണു തുറക്കുമ്പോ ആദ്യമായി കാണാൻ മോഹിച്ചൊരു മുഖം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ മോഹിച്ചൊരു മുഖം. അതിപ്പോ സാറ് വിലക്കെടുത്തില്ലേ? എവിടെയോ എത്തിയില്ലേ അവൻ? ഇത്രയും കാലം കാഴ്ചയില്ലാതെ കഴിഞ്ഞില്ലേ ഞാൻ? അതുപോലെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് കാഴ്ച കിട്ടട്ടെ. ചാർലിയെ നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് നഷ്ടപ്പെടാൻ സമ്മതിക്കയില്ല ഞാൻ.
കൊണ്ടുപോയ പോലെ തിരിച്ചേൽപ്പിക്കാന്ന് വാക്ക് തന്ന ഞാൻ, അത് ഞാൻ തെറ്റിക്കില്ല. അവനിതൊന്നും അറിയരുത് ഒരിക്കലും. ചാർലിയെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ വിഷമവും വേദനയും ഞാൻ മാത്രം അറിഞ്ഞാ മതി. പോരാ, നീ പറയാതിരുന്നത് ഞാൻ പറയും. ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. നന്നായി, ഗുരുദക്ഷിണ ഗംഭീരമായി. ചാർലി അമ്മേ സത്യ മിണ്ടണ്ട. ബോംബെയിലെ ഭാനുമതിയുടെ മകൻ സത്യചന്ദ്രനാണിതെന്ന് നീ സാക്ഷ്യപ്പെടുത്താൻ പോവായിരിക്കും. വേണ്ട, ഡോണ്ട് ട്രൈ ടു സേ എനിത്തിങ്. ഇവനെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെയാ വിളിച്ചു പറഞ്ഞത്. ജീർണിച്ച മനസ്സുള്ള ഒരു ആർക്കെ നായർ, അയാളുടെ ശിങ്കടിയാണിവൻ. തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്ന് സർക്കസും പാട്ടുമായി നടക്കുന്ന ഒരു നാടോടി. അമ്മേ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പോ അപ്പുറത്ത്, അപ്പുറത്തേക്ക് പോകാൻ. ആരുടെ ജീവനാ നിനക്ക് വേണ്ടത്? എന്റെയോ അതോ അവളുടെയോ? വിളിച്ച് അശുദ്ധമാക്കരുത് ആ വാക്ക്. പരിപാവനമായ ആ പദം പറയാൻ എന്ത് അർഹതയാ നിനക്കുള്ളത്? അമ്മയാണത്രേ. ഏതമ്മ? ചെയ്ത പാപത്തിന്റെ ഭാരം വഴിയിൽ എവിടെയോ വലിച്ചെറിഞ്ഞവളല്ലേ നിന്റെ അമ്മ? ഏതമ്മയാ നിനക്ക് ജന്മം തന്നത് അറിയോ? നിനക്ക് അച്ഛനാരാണെന്ന് അറിയോ? ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എന്തെങ്കിലും അറിയോ നിനക്ക്? അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഒരു അമ്മയുടെ സന്തോഷവും സംതൃപ്തിയും നശിപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തിരി പണത്തിന് വേണ്ടി. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും. നീയല്ലല്ലോ സ്വപ്നം കാണുന്നത്. നിനക്ക് വേണ്ടി ഇപ്പോ മറ്റുള്ളവരല്ലേ സ്വപ്നങ്ങളും സത്യങ്ങളും ഉണ്ടാക്കുന്നത്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ആണോ? ഞാൻ കരുതിയിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന്. എന്റെ ഒരു മകളെ മറുപക്ഷത്ത് എത്തിച്ചില്ലേ നീ? ഇനിയിപ്പോ ഇവളെയും നീ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആ കാല് പിടിക്കാൻ ഞാനാണിപ്പോ നിന്റെ കാല് പിടിക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ എന്റെ മകനെ പോലെ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ നീ തുടക്കം മുതലേ നീ എന്നെ വഞ്ചിക്കായിരുന്നു, കബളിപ്പിക്കായിരുന്നു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചാർലി, ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ഞാൻ. ഒരപേക്ഷ എനിക്കുള്ളൂ. സ്നേഹവിശ്വാസമൊക്കെ പോട്ടെ, ഇത്രയും നാൾ ഞാൻ നിനക്ക് തന്ന സംഗീതത്തെങ്കിലും നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ മകളെ എനിക്ക് വിട്ടു തരില്ലേ? ചാർലി, ഇതെന്താ പെട്ടെന്ന് ഈ നേരത്ത്? പെട്ടെന്നൊന്നും വരേണ്ടി വന്നു. വന്നത് എന്തായാലും നന്നായി. ഡ്രസ്സൊക്കെ മാറ്, ഞാൻ കഞ്ഞി എടുത്തു വെക്കാം. വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. അതെന്താ, പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ട് വന്നോ? ഇല്ല, ഒന്നും വേണ്ട ഉമ്മേ, വിശപ്പില്ല. ചാർലി, എന്താ ചാർലി ഉണ്ടായത്? എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ നിന്റെ ഈ വരവ്, ഈ ഭാവം കാണാൻ വയ്യെങ്കിലും ആ മുഖത്തുള്ള ഭാവം ഇപ്പോഴെന്താന്ന് എനിക്കറിയാം. നീ ഒളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എപ്പോഴും ഞാൻ കണ്ടുപിടിക്കാറുള്ളതല്ലേ ചാർലി? പറ, എന്തുണ്ടായി? ഞാനും മാനസികം തമ്മിലുള്ള ഇഷ്ടം സുഭദ്രാമ്മ അറിഞ്ഞു. അതുകൊണ്ടാണോ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? പ്രേമിച്ചത് തെറ്റാണെന്ന് തോന്നിയോ ചാർലി നിനക്ക്? അങ്ങനെയല്ല, അവരെ നേരിടാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോ മാനസി? അവളും ആകെ വിഷമിച്ചിരിക്കുക. ഉമേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാനസിയെ മറക്കാൻ കഴിയുന്നില്ല. എന്തിനാ മറക്കണേ? മറക്കാതെ ഇരിക്കല്ലേ വേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ വിളിച്ചാ
മാനസി ഇറങ്ങി വരുമോ? വരും. അവിടം വിട്ട് അവളിപ്പോ എന്റെ കൂടെ വന്നാല് വന്നാലെന്താ? വിളിച്ചിറക്കിക്കൊണ്ട് വരണം. ഇവിടെ ചിലപ്പോ അവക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നമുക്ക് പലകപ്പാണ്ടിലേക്ക് പോയിക്കൂടെ? ഞാൻ നോക്കൂലേ മാനസിയെ, എന്റെ അനുജത്തിയെ പോലെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ.